സന്തോഷം കൊണ്ടുള്ള കരച്ചില. അത് പ്രഗ്നന്റ് ആയി അബോർഷൻ വരെ ഓടി നടന്നിട്ടാ. അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനി അടുത്തൊരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക, സബ് ചെയ്യുക, കമന്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവസാനം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആദ്യമായി അനുമോള് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ബിഗ് ബോസിന് ശേഷം എല്ലാവരും ഇന്റർവ്യൂ കൊടുത്തു, പക്ഷെ അനുമോളുടെ ഇന്റർവ്യൂ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അനുമോള് വാക്കു പാലിച്ചു എന്നും കൂടി നമുക്ക് പറയാം. അതായത് ലക്ഷ്മി നക്ഷത്രയ്ക്ക്, അതായത് ബിഗ് ബോസ് വന്നതിന് ശേഷം, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നെങ്കിൽ അത് ഞാൻ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആയിരിക്കും കൊടുക്കുന്നത് എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും ലക്ഷ്മി നക്ഷത്രയോട് ചോദിക്കുന്നുണ്ട് പല സമയത്തും, നിങ്ങൾക്ക് ഇപ്പൊ അനുമോളുമായിട്ട് പിണക്കമാണോ, അതിനൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് അനുമോള് ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ സിറ്റ് വിത്ത് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 50-55 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഞാൻ ഫുള്ളായിരുന്നു കണ്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കറിയാമല്ലോ, ഒരു അനുമോൾ എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും അത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, ചെറിയൊരു ബൈറ്റ് ആയിക്കോട്ടെ, എവിടെയും എന്തെങ്കിലും പറയുന്ന എന്താണ്, എന്തെങ്കിലും ഹാസ്യമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഹ്യൂമറൊക്കെ കലർത്തിക്കൊണ്ടുള്ള അനുമോളുടെ ആ ഒരു ഇന്റർവ്യൂ വളരെ രസകരമായിട്ട് നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങളവിടെ പോയി കാണണം. ഓക്കെ, അതിനോടൊപ്പം അനുമോൾ ആയതുകൊണ്ട് തന്നെ കരച്ചിൽ സ്വാഭാവികമാണല്ലോ. അനുമോള് അങ്ങനെ ഒരു പൊട്ടിത്തെറിച്ച് അങ്ങനെ എന്താണ് ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്ന ഒരു അനുമോളുണ്ട്. അതുമല്ല, മറ്റൊരു വലിയൊരു പ്രധാന ഒരു കാര്യം വെളിപ്പെടുത്തുന്നുമുണ്ട്. മറ്റൊന്ന് തന്റെ വിവാഹത്തെക്കുറിച്ചും അനുമോള് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഇന്റർവ്യൂവിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിനകത്ത് ആരെയും ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻസിനെയും കുറ്റം പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ, ആരെങ്കിലും മോശമാണെന്ന് അങ്ങനെ ഒന്നും പറയാതെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് അനുമോളുടെ ഒരു കരച്ചിലുണ്ട്. കരയാനുള്ള കാരണം വളരെ വ്യക്തമാണ്. മറ്റൊന്നുമല്ല, അനുമോൾ കരഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പഠിച്ചതിന് ശേഷം ഫോൺ കൈ കിട്ടാതെ, എനിക്ക് ആദ്യം അച്ഛനെ എന്ന് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛനെ വിളിക്കാൻ പറ്റിയില്ല. പാർട്ടിയുടെ സമയത്ത് പോലും അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കാൻ പോലും തോന്നുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി. അങ്ങനെ ഒരാളെ നിന്ന് കടമ വാങ്ങിച്ചിട്ടാണ് ഫോൺ വിളിച്ച് അച്ഛനെ ഒന്ന് വിളിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമായത്. അത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ വീട്ടിനകത്ത് വെച്ച് തന്നെ പലവട്ടം അനുമോൾ ഇത് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായി, വെളിയിറങ്ങി കഴിഞ്ഞാൽ ആദ്യം എനിക്ക് വിളിക്കാനുള്ളത് എൻ്റെ അച്ഛനെയാണ് എന്നുള്ളത്. അച്ഛനെയും അമ്മ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മറ്റൊരു കുട്ടി നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എന്താണ് കണക്റ്റഡ് ആയ ഫാമിലിയാണ്. മനസ്സിലായി, ഈ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, അനിയത്തി ചേച്ചി ആയിക്കോട്ടെ, ചേച്ചിയുടെ ഭർത്താവട്ടെ, അവരെല്ലാം ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു ഫാമിലിയാണ് ഇത്. അപ്പോൾ ഇന്റർവ്യൂവിലെ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അനുവിന്റെ ചേച്ചി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഒരുവിധം ഞാൻ പറയും, ഞാൻ എവിടെ വേണമെങ്കിൽ ഞാൻ പറയും, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അയ്യേ കരയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ വീണ്ടും ഞങ്ങള് ബിഗ് ബോസ് ചെയ്യണ പോലെ ഇങ്ങനെ കരയരുത്. സന്തോഷം കൊണ്ടുള്ള കരച്ചില. അത് ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഈ കരച്ചിൽ കേട്ടിട്ട് കുറെ കാലമായല്ലേ. ഒരു 5-6 മാസം മുമ്പാണെങ്കിൽ നമ്മളത് നിരന്തരം സ്ഥിരം അരമണിക്കൂർ ഇടപെട്ട് നമ്മൾ ബിഗ് ബോസ് വഴി കണ്ടുകൊണ്ടിരുന്ന കരച്ചിലാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കരയാൻ കാരണം ചേച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അതായത് ചേച്ചി ഒരുപാട് ഈ പറയുന്ന ഈ അനുമോള് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് ചേച്ചിയാണ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കാര്യം പറയുമ്പോഴാണ് അനുമോള് കരയുന്നത്. അനുമോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാനും യോജിക്കുന്നു. കാരണം ചേച്ചി നമുക്കറിയാം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ പല അനുമോൾക്കെതിരായിട്ട് വരുന്ന കുറേ അലിഗേഷൻസ് വന്നിട്ട് അതിൻ്റെയൊക്കെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന എന്താണ് അതൊക്കെ എൻഡിലോട്ട് വന്നപ്പോൾ ഞാനൊക്കെ അറിയല്ലോ, എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് എന്തൊക്കെയായാലും നമ്മൾ അവസാനം വരെ സപ്പോർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ അവരെയൊക്കെ പി ആർ എന്ന് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പല അലിഗേഷൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല വാർത്തകൾ വരുമ്പോൾ ഞാനൊക്കെ വിളിച്ച് ചോദിച്ചത് അനുമോളുടെ ചേച്ചി വളരെ ക്ലാരിറ്റി ആയിട്ട് എപ്പോൾ ഫോൺ വിളിച്ചാലും വിളിക്കുകയൊക്കെ ചെയ്ത്, സത്യം പറഞ്ഞാൽ ഒരുപാട് നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ അനുമോളുടെ ചേച്ചിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഈ പറയുന്ന മീഡിയയുടെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് അനുമോൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തത് അനുമോൾക്ക് വേണ്ടി നമ്മൾ
സത്യം പറഞ്ഞാൽ കണ്ടത് ഈ പറയുന്ന ചേച്ചിയെ തന്നെയാണ്, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അനുമോൾ കരയുന്നത്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്, അത് ഇതിൽ പറയും, കേൾക്കാം. എന്നെ ഏറ്റവും കൂടുതൽ അതിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്, നിന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി 100 ദിവസവും നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. ജോലി വരെ മാറ്റി വെച്ചു. അത് കൂടാതെ പ്രഗ്നന്റ് ആയി അബോർഷൻ വരെ ഓടി നടന്നിട്ടാ അതുവരെ പോയി. ഓക്കെ, ഇതാണ് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത്. അതായത് ഇവളൊന്ന് ജയിച്ച് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറിയാലോ അവസാനത്തോട്ട് എത്തിയപ്പോഴൊക്കെ അനീഷിന്റെ കുറെ ഫാൻസുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ ചൊല്ലി. അപ്പൊ ആ സമയത്തൊക്കെ ഓടി നടന്ന് ജോലി വരെ പിന്നീട് ഉപേക്ഷിച്ചുകൊണ്ട് ഓടി നടന്ന് അനുവിന് വേണ്ടി ഓടി നിൽക്കും. ആ സമയത്ത് അവിടെ ഒരു ഗർഭിണിയായിരുന്നു. ആ സമയത്ത് അബോർഷനായി പോയി എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആഗ്രഹിച്ചുണ്ടായ രണ്ടാമത്തെ കൊച്ചായിരുന്നു. അത് അനുമോളുടെ ഇതിന് വേണ്ടിയിട്ട് ഓടി നടന്ന് അബോർഷനായിപ്പോയി. ആ ഒരു സങ്കടമാണ്, അല്ലെങ്കിൽ അത് ഓർക്കുമ്പോഴാണ് യഥാർത്ഥം പറഞ്ഞാൽ അനുമോൾ ഇവിടെ കരയും. ഞാൻ കരയണ്ട, എല്ലായിടത്തും പറയും ഞാൻ കരയില്ല കരയും, പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആദ്യം ഇതിന് മുമ്പ് ഒരു ചെറിയ കരച്ചിൽ വരയുന്നുണ്ട്. അത് അച്ഛനെ കുറിച്ച് പറയുമ്പോഴാണ്, അച്ഛനെ കുറിച്ച് പറയുമ്പോഴാണ് ആദ്യത്തെ ഒരു കരച്ചിൽ. അത് ഞാനിവിടെ വെച്ചില്ല. രണ്ടാമത് പറഞ്ഞത് ഈ പറയുന്ന സ്വന്തം ചേച്ചിയെ കുറിച്ച്. ഇവരുടെ ഒരു ബോണ്ടിങ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ആരോഗ്യം ഈ സഹോദരങ്ങളായാലും ഇങ്ങനെ ഇരിക്കണമെന്നുള്ളത്, അല്ലേ? സ്വന്തം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ അവരുടെ ഒക്കെ വന്ന മരുമക്കൾ വരെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയ, ഒരു ലാഭത്തോടു കൂടി ഒന്നും ചെയ്യാത്ത അങ്ങനെ ഒരു ഫാമിലിയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അനുമോൾ കരഞ്ഞത്. ബാക്കി അതാണ് പെട്ടെന്ന് സങ്കടം. കാരണം നമ്മൾ നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തു. ശരിക്കും മനുവിന്റെ ചേച്ചിയാണ് കേട്ടോ ഓരോ ഇങ്ങനെ ലക്ഷ്മി ഇപ്പം ലൈക്ക് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ തലേന്ന് വരെ വീഡിയോ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഒന്ന് കൊളാബും കൂടി ഇടുമോ എന്നൊക്കെ ചോദിച്ചു. അമ്മയ്ക്ക് വയ്യാണ്ടായി, അച്ഛന് വയ്യാണ്ടായി, പോട്ടെ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടച്ചനാണ്, അച്ഛന് എനിക്ക് ഈക്വലാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത്. പുള്ളി വരെ ചേച്ചി പറയുക ചേട്ടൻ കരയുന്നത് ചേച്ചിയുടെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന്. ചേട്ടൻ വരെ കരയണ ഞാൻ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ എന്താ പറയുന്നത്, അവക്ക് ഇങ്ങനെ അബോർഷൻ ആയപ്പോൾ പോലും ചേട്ടൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അനു ബിഗ് ബോസിൽ വിഷമിക്കണ കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കരഞ്ഞു. അവസാനം ചേട്ടൻ TV ഓഫ് ചെയ്ത് വെച്ചു എന്ന് കാണണ്ടാന്ന്. ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്, എന്തിനാ കിടന്ന് കരയുന്നത്? കാരണം എല്ലാം കാണിക്കുന്നില്ലല്ലോ അതിനകത്ത്, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോവുള്ളൂ. എന്തിനാ? കാരണം അതിനകത്ത് ഉള്ളിൽ ഞാൻ കരയാൻ വേണ്ടി കരയുന്നതല്ല ചേച്ചി, അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് എപ്പോഴും. അത് എൻ്റെ ഒരു അവസ്ഥ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇനി വരുന്ന സീസണിൽ എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്കും, പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും വരാൻ പാടില്ല. വന്നാലും കുറച്ചും കൂടെ നന്നായിട്ട് ബോൾഡായിട്ട് പിടിച്ചു നിൽക്കുക, അത്രേ ഉള്ളൂ. കുറച്ചും കൂടെ നന്നായിട്ടൊന്നുമല്ല, അനു എക്സ്ട്രീം ആയിട്ട്. ഓക്കെ, ഇതാണ് കാര്യം. അതായത് ഈ പറയുന്ന ചേട്ടച്ചൻ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് ചേട്ടച്ചൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് എന്നുള്ളതാണ്. അതായത് ചേച്ചി തന്നെ ചേട്ടൻ്റെ ഈ പറയുന്ന ഭർത്താവിനെ ഇതുവരെ കേട്ടും കരയുന്നത് കണ്ടിട്ടില്ല. അബോർഷനായിട്ട് പോലും, കൊച്ച് അബോർഷനായിട്ട് പോലും ചേട്ടൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അനുമോൾ അവിടെ കരയുന്നത് കണ്ട് ചേട്ടൻ കരഞ്ഞു, TV ഓഫാക്കി വെച്ചു. എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് അച്ഛന് വയ്യാതായി, അമ്മയ്ക്ക് വയ്യാതെ. ആ സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. പിന്നീട് അനുമോളുടെ അമ്മയൊക്കെ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ അവർക്ക് എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ടെൻഷനാണ്. ഇപ്പം അനുമോളത്ത് എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ കരഞ്ഞു എന്ന് അനുമോൾ പറഞ്ഞല്ലോ. ചേട്ടൻ എന്ന് പറയുമ്പോൾ അനുമോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്ത കുറെ പ്രേക്ഷകരുണ്ട് അനുമോളെ. ആ കരച്ചിൽ ഞാൻ കേട്ടു എന്നുള്ളതാണ് ആ സമയത്ത്. കാരണം ഇത് ആരുമല്ല, നിങ്ങളെ കുറിച്ച് അറിയാം. അനുമോളെ എപ്പോഴെങ്കിലും സ്റ്റാർ മാജിക്കിൽ പിന്നെ കണ്ടിട്ടുള്ളതായിരിക്കാം. അങ്ങനെയുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പല ഗൾഫിൽ നിന്നൊക്കെ എൻ്റെ ഇത്രയും ഈ കരിയർ, അല്ലെങ്കിൽ നമ്മളെ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കോള് വന്ന, ഇത്രയും കരച്ചിലേറ്റ് വാങ്ങിയ ഒരു സീസൺ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കാരണം കരഞ്ഞു പോകുമെന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ആർക്കായാലും എത്ര കഠിന ഹൃദയനായാലും മനസ്സലിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ആണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അവസാനം നൂറ അതിലേക്ക് വന്നുള്ള പിന്നീട് ഈ പറയുന്ന അനുമോൾക്കെതിരായിട്ട് തിരിഞ്ഞ സമയത്തൊക്കെ എൻ്റെ ഫോൺ എനിക്കിന്ന് ഓണാക്കാൻ പറ്റാതെ വോട്ടിടാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ എൻ്റെ അമ്മോ, എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. ഇപ്പോഴും പല മെസ്സേജ് പോലെ എനിക്ക് തുറക്കാനും കൂടി പറ്റാത്ത മെസ്സേജുകൾ ഇപ്പോഴും കിടപ്പുണ്ട് എന്നുള്ളതാണ്.
മനസ്സിലായി? അത്രയൊക്കെ ഇരുന്ന് ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റില്ല, വോട്ട് എത്ര ഇട്ടിട്ട് ആഹാരം കൂടി കഴിക്കാൻ സമയമില്ല. അവര് ഇങ്ങനെ വാട്സപ്പിലായിക്കോട്ടെ, വാട്സപ്പ് നമ്പർ ഉള്ളവർ എവിടെ നോക്കും നമ്പർ തപ്പി എടുത്തുകൊണ്ട് വാട്സപ്പിനകത്തും ഇൻസ്റ്റയിലും കംപ്ലീറ്റ് ഇൻസ്റ്റയിലാണ്. അതുകൊണ്ട് ചേട്ടൻ കരഞ്ഞു അല്ലെങ്കിൽ ചേട്ടച്ചൻ കരഞ്ഞു എന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ല. അനുമോൾ മനസ്സിലാക്കുന്നത്, താങ്കൾ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ലാത്ത അമ്മമാര് ചേച്ചിമാരൊക്കെ ഇരുന്ന് കരഞ്ഞ കരച്ചില് അതൊക്കെ ഞാൻ കേട്ടു. അനുമോൾ അതിന്റെ ഒരു ഭാഗം കൂടി കേട്ട് കാണത്തില്ല, ഒരുപാട് ഞാൻ കേട്ടു. അത് മെസ്സേജ് വഴി ആയിക്കോട്ടെ, വിളിച്ചിട്ടായിക്കോട്ടെ. കാരണം ഇവിടുത്തെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവര് സംസാരിച്ച് തൊട്ടടുത്ത് പിന്നെ കരയുകയാണ്. സ്വന്തം മകളെക്കാള് പിന്നീട് ഉപരിയായിട്ട് അനുമോള് സ്നേഹിച്ച കുറേ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി ബോൾഡായിട്ട് തന്നെയാണ് പിടിച്ചത്. അതാണ് പറഞ്ഞത്. അത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു മോശം സിറ്റുവേഷൻ വന്നാൽ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് മോശം സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പോലും ദൈവം എൻ്റെ കൈ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്, കൂടെ തന്നെയുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ചേച്ചി വീഡിയോസ് ചോദിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയും ഉള്ളവർ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ മടിയുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവരുടെ ഇഷ്ടമാണല്ലോ കൊടുക്കണോ വേണ്ടെന്നുള്ളത്. പോകുന്നതിന് മുന്നേക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവട്ടെ, ഫുൾ സപ്പോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം എന്താ പറയുമോ, അവള് ജയിക്കോ തോക്കോ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല, ഡൗട്ടാണ്. അപ്പോ ഇത് പറയുന്നത് മറ്റൊന്നുമല്ല. ഇത് പറയുന്നത് പിന്നീട് കുറെ നമ്മള് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും, കൊളീഗ് ഉണ്ടാവും, കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല. അവരൊക്കെ പറയും ഫുൾ സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഇവരുടെ ചേച്ചി ഇവരുടെ കൂട്ടുകാരിയുടെ അടുത്ത് അല്ലെങ്കിൽ ഇവരെ കൂട്ടത്ത് വർക്ക് ചെയ്യുന്ന പലരെയും കണ്ടിട്ട് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് കൊളാബ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചപ്പോൾ പലരും എന്താണ് ഞാൻ ഇടാം, നാളെ ആവട്ടെ, മറ്റന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞല്ലോ, പലരും ഇട്ടില്ല. അപ്പൊ സ്വന്തം ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു വിശ്വസിച്ചിരുന്നവർ ആ ഒരു ഘട്ടത്തിൽ എന്താണ് എൻ്റെ കൂടെ നിന്നില്ല എന്നൊരു വിഷമം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ അത് കളഞ്ഞു വന്നു. പക്ഷെ ലക്ഷ്മി നക്ഷത്രയൊക്കെ സമ്മതിക്കണം കേട്ടോ, ഒരുപാട് എവിടെയൊക്കെ അവൾ പിന്നെ ഇനാഗ്രേഷന് പോയിട്ടുണ്ട് അവിടെയൊക്കെ അനുമോളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് എന്താണ് വോട്ട് ചെയ്യണം, അവൾ ജയിക്കണമാണ്. എനിക്ക് ലക്ഷ്മി നക്ഷത്രം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ബാക്കി ഇനി അടുത്ത് ഇനി എൻ്റെ കരിയർ എന്താന്നുള്ളതായിരുന്നു ഇനി അടുത്ത്. പിന്നെ ആലോചിച്ചു ഞാൻ ഇനി ഓക്കെ കാശൊക്കെ ആയി, സ്ഥലമൊക്കെ മേടിച്ചു, സെറ്റിലായി, ഇനി ഒന്നും കൂടെ സെറ്റിൽ ആയാലോ എന്ന്. കാരണം ഫാമിലിയൊക്കെ കാണും, കാരണം നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അതായത് ലൈക്ക് ബാങ്ക് ബാലൻസ് ആയി, കാറായി, സ്ഥലം മേടിച്ചു, ഇപ്പൊ വീട് വെക്കാനുള്ള പ്ലാൻ. ഇനി അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എന്തായാലും അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, എന്താണ് കല്യാണം. അനുവാണെങ്കിൽ എപ്പോഴും പ്രേക്ഷകരുടെ ഏത് ഇനോഗ്രേഷന് പോലും പറയും അടുത്ത മാസം അടുത്ത ആഴ്ച എന്നൊക്കെ ഞാൻ കള്ളം പറയുന്നത്. കല്യാണം എന്ന് പറയുന്നത് അത് ഒരു നിമിത്തമാണ്, ഒന്നത്തെ കാര്യം. അത് ഞാന് അല്ല പറയട്ടെ, നിമിത്തമാണ്. അപ്പോ ഇതിനകത്ത് എന്താണ് പറയുന്നത്, കല്യാണത്തെ കുറിച്ചാണ്. എന്തായാലും എനിക്ക് ഏതാണ്ട് എന്റെ കടങ്ങളൊക്കെ മാറി ട്രിവാൻഡ്രത്ത് 25 സെന്റ് സ്ഥലം വാങ്ങിച്ചു, കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ ആയി. ഇനി എനിക്ക് അടുത്തൊരു ജീവിതമാണ്, അടുത്തൊരു കുടുംബമാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. അതിനകത്ത് അനുമോള് പറഞ്ഞു വരും, ഈ കുടുംബത്തിന്റെ കേസ് പറഞ്ഞ ഒരു അനുമോള് ഭയങ്കര സീരിയസ് ആണ്. എന്ന് പറയുന്നത് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു നിമിത്തമാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ ലക്ഷ്മി നക്ഷത്രം പറയും ആ നിമിത്തം ഏതുവരെ ആയി. ലക്ഷ്മി നക്ഷത്രം അവിടെ ഒരു തമാശ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവിടെ അനുമോൾ അവിടെ തടയിടുന്നുണ്ട്. അനുമോൾ ശ്രദ്ധിച്ചില്ല, ഞാൻ പറയട്ടെ. അതായത് ഇവർക്ക് ഈ പറയുന്ന ഈ ഫാമിലി കല്യാണം ഇതൊക്കെ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ തമാശയായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ല അനുമോൾക്ക്, മനസ്സിലായോ? അവളവിടെ നിർത്തിക്കൊണ്ട് അതിപ്പോൾ അവിടെ സീരിയസ് ആവുന്നുണ്ട്. സീരിയസ് ആയിക്കൊണ്ട് തന്റെ കല്യാണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, കേൾക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോവാവൂ. കല്യാണത്തിനോട്ട് നമ്മൾ താല്പര്യം കാണിക്കാൻ പാടില്ല. അല്ല, എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവർ. അപ്പൊ എന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. സാധാരണ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഇപ്പൊ ഐശ്വര്യയുടെ ആണെങ്കിലും ഇപ്പൊ ശ്രീവിദ്യയുടെ ആണെങ്കിലും ആ കല്യാണം ആ താലികെട്ടിൽ കഴിഞ്ഞ ഉടനെ അനു എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ചേച്ചി ഇനി എന്നാ എന്റെ കല്യാണം. ലിറ്ററലി ഐശ്വ കല്യാണം കഴിക്കണതിന്റെ ഒരു സന്തോഷം അനുവിനുണ്ട്. എന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ടാണ് ചേച്ചി എനിക്ക് എന്നാ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുക, അത്രയും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അതെ, കാരണം എന്തുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് വേണം. ബോണ്ട് കണ്ടിട്ട്, പിന്നെ അവിടെ ഒരു കെമിസ്ട്രി അതൊക്കെ കണ്ടിട്ട്, പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെയും കണ്ടിട്ട്, അപ്പോൾ ഇവർ രണ്ടരെയും കണ്ടാണല്ലോ ഞാൻ വളരുന്നത്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്കും തോന്നും എനിക്കൊരു ലൈഫ്, അതായത് ഇനി അടുത്തൊരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം.
അപ്പോൾ ഗുഡ് ന്യൂസ് അധികം വൈകാതെ കേൾക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമുക്കറിയാം എന്തായാലും ഉടനെ കല്യാണം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ ലക്ഷ്മി നക്ഷത്രം പറയുന്ന ഒരു കേസുണ്ട്. അവരുടെ കൊളീഗിനൊക്കെ പല കല്യാണത്തിന് പോകുമ്പോൾ ഇവള് വളരെ വൈകാരികമായിട്ട് കൈയൊക്കെ ഇറക്കി പിടിച്ചിട്ട് പറയും, ചേച്ചി എന്നാണ് ചേച്ചി എനിക്കിങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പറ്റുക എന്നുള്ളത്. എന്തുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഫാമിലി ആയിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാനുള്ള കാരണം സ്വന്തം അമ്മയും അച്ഛനുമുള്ള അവരുടെ ദാമ്പത്യ ബന്ധം, അതുമല്ല അവരുടെ ചേച്ചിയും അവരുടെ ചേച്ചിയുടെ ഭർത്താവുമായിട്ടുള്ള ആ ദാമ്പത്യ ബന്ധം, അവരുടെ അവരുടെ ആ ഒരു കെമിസ്ട്രി, അവരുടെ മനപ്പൊരുത്തം, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഇതുപോലെ ഒരു കല്യാണം, ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പോകണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അനുമോൾക്ക് ചേർന്ന അനുമോളെ മനസ്സിലാക്കുന്നത് തന്നെ, അനുമോളെ അറിയാമല്ലോ, എവിടെയൊക്കെ എന്തെങ്കിലും ചെയ്താലും ജോർച്ചേരി മറ്റവരെയൊക്കെ കണ്ട് എല്ലാം ഒരു 100 വട്ടം നോക്കിയിട്ടൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോകുന്നെങ്കിൽ എന്തായാലും പിന്നീട് ഒരു തീരുമാനം എടുക്കും. അപ്പൊ അതൊക്കെ നോക്കി എന്തായാലും അനുമോളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അനുമോളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വരൻ തന്നെ ആയിരിക്കും അനുമോൾക്ക്. അച്ഛനും അമ്മയും എങ്ങനെയാണോ, അവരുടെ കെമിസ്ട്രി എങ്ങനെയാണോ, ചേച്ചിയും ചേട്ടന്റെയും കെമിസ്ട്രി എങ്ങനെയാണ്, അതേ കെമിസ്ട്രി ഉള്ള ഒരു വരനെ തന്നെ കിട്ടും. എന്തായാലും കല്യാണം ഉടനെ ഉണ്ടാവും എന്നുള്ളതാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.